ഹായ്, നമസ്കാരം. മലയാള സിനിമയിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. എന്നെ വെൽക്കം ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും. താങ്ക് യു. അപ്പം വൈകിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെ വൈകിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? വഴി പോയെന്നോ? വൈകിപ്പോയെന്ന്, ലേറ്റ് ആയി പോയെന്ന് തോന്നുന്നുണ്ടോ? ലേറ്റ് ആയിട്ടോ? എനിക്ക് തോന്നുന്നില്ല. എല്ലാം നമ്മൾ കൃത്യ സമയത്തല്ല യൂണിവേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തരുന്നത്. അപ്പം കറക്റ്റ് സമയത്താണ് എന്നെ അപ്രോച്ച് ചെയ്തതും ഈ മൂവി ഇറങ്ങുന്നതും ഈ നമ്മളുടെ ഈ ഒരു കാലത്തില് പെർഫെക്റ്റ് ടൈമിംഗ് ആണെന്ന് തോന്നുന്നു. ബിക്കോസ് നമ്മളാണ് വഴി മാറി പോകുന്നത്. നമ്മളിപ്പോ മൊബൈൽ നോക്കി അങ്ങനെ സമയം വേസ്റ്റ് ആക്കി ഞാൻ തന്നെ എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡെയിലി എത്ര മണിക്കൂറാ പോകുന്നതെന്ന് അറിയാമോ മൊബൈൽ നോക്കി. അപ്പൊ ഈ പാട് ഞാനാണ് കാണേണ്ടത്. സോ അങ്ങനെ ഒരു വലിയ പാട് നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഈ സിനിമ കണ്ടിട്ട്. എനിക്ക് അപർണയുടെ ഒരു രസകരമായ സംഭവം പറയണം. ഞാൻ ഈ കഥ പറഞ്ഞു അപർണ ആദ്യം പറഞ്ഞ വാക്ക് അടിപൊളിയെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ നമ്മളാരും തന്നെ മറന്നുകൊണ്ടിരിക്കും വണ്ടർഫുൾ എന്നെല്ലാം പറയാം. അപർണക്ക് ഒന്നും പറഞ്ഞു അടിപൊളി. അപ്പൊ ഞാൻ വീണു. കാരണം ഇനിയും മലയാളം പറയാൻ വേറെ വാക്കുകളില്ല. അത് എനിക്ക് ഓർമ്മയുണ്ടത്. അപ്പം അങ്ങനെയുള്ള വാക്കുകൾ പറയാം. പിന്നെ നമ്മളെ അപർണയോട് ഫോൺ ചെയ്തിരുമ്പോൾ നമ്മൾ പരമാവധി ഇംഗ്ലീഷ് പറയാൻ നോക്കും, അറിയില്ലെങ്കിലും. അപർണ മലയാളം മാത്രമേ പറയൂ. അതാണ് റോവർമ്മ സാറിനെ പോലത്തെ ആളുകൾക്ക് ഇത്തരം അമേരിക്കയിൽ നിന്ന് വന്ന മലയാളം പഠിച്ച ആളുകളായിരിക്കും അടുത്ത കവിതയൊക്കെ വായിച്ചിട്ട് കവിതയൊക്കെ രചിക്കുക എന്ന് എനിക്ക് തോന്നും. AI കവിത എഴുതുന്നുണ്ട്. ഇപ്പോൾ ആ കവിത ചിലപ്പോൾ വർമ്മ സാറിനേക്കാളും മുകളിലിപ്പോൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു AI ക്യാരക്ടർ മോനിക്ക അത് വേണമെങ്കിൽ ആ ക്യാരക്ടർ AI തന്നെ ചെയ്യാമായിരുന്നു. പക്ഷെ എന്നെ സെലക്ട് ചെയ്ത്. സോ അതിനൊരു ബിഗ് താങ്ക് യു. ഇങ്ങനൊരു ഫുൾ മൂവി വരാൻ പോകുന്ന ഹോളിവുഡില് ഫുൾ AI ആണ്. അപ്പൊ അതേപോലെ തന്നെ എന്നെയും അങ്ങനെ ചെയ്യാമായിരുന്നു. ബട്ട് യു ചോസ് നോട്ട് ടു. സോ